+1 അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ 7 ജില്ലകളിൽ 30% സീറ്റ് കൂട്ടി, 2 ജില്ലകളിൽ 20% സീറ്റ് കൂട്ടി. എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, +1ലേക്കുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സീറ്റുകൾ കൂട്ടിയിട്ടുള്ള പുതിയ സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ എത്രമാത്രം സീറ്റുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? +1ലേക്കുള്ള പ്രവേശനം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിക്കവെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അത് ഉത്തരവായി തന്നെ ഇറങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനിൽ സീറ്റ് വർധനവ് അധിക സീറ്റുകളായി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒപ്പം തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്ക് 20% മാർജിനിലും സീറ്റ് വർധനവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നത് പ്രകാരം 10% കൂടി അനുവദിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് 2 ജില്ലകളിലാണ് 20% മാർജിനിൽ സീറ്റ് വർധനവ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ എന്നീ താലൂക്കുകൾ ഒഴികെയുള്ള മറ്റ് 5 താലൂക്കുകളിലും 20% മാർജിനിൽ സീറ്റ് വർധനവ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 314 ബാച്ചുകൾ നിലവിലുണ്ട്. അതിൽ സർക്കാർ കത്ത് പ്രകാരം അറിയിച്ചിട്ടുള്ള ഒരു ബാച്ച് ഒഴികെ 313 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് അല്ലെങ്കിൽ തുടരുന്നതിനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അധിക സീറ്റ് കുട്ടികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ +1 സീറ്റ് ലഭ്യമാകില്ല എന്നുള്ള ഒരു ഭയം കൂടി കുട്ടികളിലുണ്ട്. എന്തായാലും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ അധിക സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.